ഹലോ, ദിസ് ഇസ് ട്രാബ് കപ്പുതു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളങ്ങനെ ലങ്കാവിൽ നിന്ന് ടാറ്റ പറഞ്ഞ് നമ്മളിപ്പോൾ കോലാലംപൂർ എത്തി. അപ്പോൾ കോലാലംപൂരിൽ ലങ്കാവി ടു കോലാലംപൂർ 1 hour ഫ്ലൈ ആയിരുന്നു കേട്ടോ. എയർ ഏഷ്യയിലാണ് വന്നത്. അപ്പോൾ ഫ്ലൈ നമ്മളെത്തിയിട്ട് ആദ്യം വരുന്നത് KL ബേർഡ് പാർക്കാണ്. കോലാലംപൂരിലെ ഒരു ബേർഡ് പാർക്കിലാണ് വന്നത്. KL ബേർഡ് പാർക്ക് എന്ന് പറയും. ഇതൊരു ലാർജസ്റ്റ് ഫ്രീ ഫ്ലൈ ഏവിയറിയൊക്കെയാണ്. ഞാൻ 2019 വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു KL ബേർഡ് പാർക്കിലെ വിശേഷങ്ങളാണ് നിന്നെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യത്തെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തെടുപ്പം ബെൽബട്ടൺ എനേബിൾ സ്റ്റേ ട്യൂൺ ഹാക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തത് ഇവിടെ കാണിച്ച് ഒരു എൻട്രിക്ക് അവരിങ്ങനെ ഒരു ടാഗ് കയ്യിൽ കെട്ടിത്തരും കേട്ടോ. താങ്ക് യു. ഈ ഒരു ടാഗ് കെട്ടിത്തരും. ഇതൊക്കെ കെട്ടിയിട്ട് വേണം. ഇത് എൻട്രി ആണ് കേട്ടോ. നമുക്ക് KL ബേർഡ് പാർക്ക് കാണാൻ പോകാനായിട്ട് 3 to 11 years ചിൽഡ്രൻസിന് വേറെ റേറ്റാണ്. KL ബേർഡ് പാർക്കിനകത്തോട്ട് കയറി KL ബേർഡ് പാർക്കിനകത്തോട്ട് കയറട്ടെ ഇവിടെ. അപ്പോൾ ഞങ്ങൾ കോലാലംപൂർ ബേർഡ് പാർക്കിനകത്ത് കയറി. ഇതാ നോക്കിയാൽ പാരറ്റൊക്കെ ഭയങ്കര ഫ്രീ ബേർഡായിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നോക്കാം ഇത്ര അടുത്ത് നമുക്ക് ബേർഡ്സിനെയൊക്കെ കാണാം. നോക്കുക തത്ത നോക്കിയാൽ ഇത്ര അടുത്ത് അങ്ങനെ കാണാൻ പറ്റുന്ന കണ്ടോ. ഇവരെല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ്. നോക്കിയേ ചിക്കി ചിക്കി കണ്ടോ. ഇതാ ഒരാൾ ഇവിടെ നിന്ന് കഴിക്കുന്നു. കണ്ടോ ഇവിടേക്ക് ഇരിക്കുന്ന നോക്ക് തത്തേക്ക് നോക്ക് അത് ഇവിടെ ഇവിടെ അതിൻ്റെ അടുത്ത് വന്ന് പാരറ്റൊക്കെ ഇരിക്കുകയാണ്. നോക്കിയാൽ ഭയങ്കര ഫ്രീ ആയിട്ട്. ഇതിൽ കോണും പേരക്കയും ആപ്പിളും ഒക്കെ വെച്ചിട്ടുണ്ട് അതിന് കഴിക്കാനായിട്ട്. തള്ളിയിടല്ല, അത് കഴിക്കേണ്ടത് പാവം. ഒരുപാട് വെറൈറ്റി ഉണ്ട്. വീഡിയോ എടുക്കാം. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. ഇതെല്ലാം പാരറ്റ് സെക്ഷനാണ്. പിന്നെ അടുത്തോട്ട് പോകുമ്പോഴാണ് അടുത്ത വെറൈറ്റി ബേർഡ്സ് ഒക്കെ വരുന്നത് കേട്ടോ. എനിക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വെച്ചാൽ ചിലപ്പോൾ ഒന്ന് ഇരിക്കുമായിരിക്കും. നോക്കട്ടെ. ക്ലോസ് സ്ഥലമാണ്. ഇവിടെയും കുറച്ച് പാരറ്റ്സ്, ലവ് ഏവിയറി. ഇതൊരു ക്ലോസ്ഡ് ആണ്. ഇതിനകത്തും കുറച്ച് തത്തകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം കേട്ടോ. അങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ കൊക്കും ഫാൽക്കണും ഒക്കെയാണ്. നല്ല അത് ഫാൽക്കൺ അല്ലേ? അത് അതെന്താ പറയുന്നത്? പെലിക്കൺ. ഫാൽക്കൺ അല്ല, പെലിക്കൺ. അപ്പോൾ അടുത്ത സെക്ഷനിൽ വന്നപ്പോൾ ഇവിടെ ഫുൾ കുറേ കൊക്കും പെലിക്കണും ഒക്കെയാണ്. ഇവിടെ മയിലൊക്കെ എന്ത് കൂളായിട്ടിരിക്കണം. നോക്കിയാൽ നമുക്ക് ഇവിടെയുണ്ട്. ഇത് അവിടെ ഇരിപ്പുണ്ട് മയിൽ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നമ്മൾ നടന്നു വരികയാണ്. ഡോവ്, പീജിയൻസ് അതെല്ലാം ഇങ്ങനെ ഫ്രീ ബേർഡായിട്ട് നടക്കുകയാണ്. ഇവിടെ ഒരു മയിലിരിക്കുന്നുണ്ട്. താഴെ കൊക്ക്. ഇത് നമ്മുടെ കൂടെ വരെയായിരുന്നു കേട്ടോ. അവിടേക്ക് ഇഷ്ടം പോലെ മയിലും ഒരെണ്ണം വരുന്നു. ഇത് നോക്കിയാൽ മേളിലൊരു ഡോവ് ഇരിപ്പുണ്ട്. മയിലിരിക്കുന്നു. അതിൻ്റെ സൈഡിൽ കൂടെ പോവാണ്. കൊള്ളാല്ലേ? അപ്പോൾ നമുക്ക് നടക്കാം. ഇഷ്ടംപോലെ കൊക്കുകളും മയിലും ഡോഗും ഒക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാര്യം ഇതെല്ലാം ഫ്രീ ബേർഡായിട്ട് നമുക്ക് ചുറ്റും ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ വൈറ്റ് പീ ഫൗൾ എന്ന് പറഞ്ഞ ഒരു കൂടിനകത്ത് വൈറ്റ് പീ ഫൗൾ. ഇതൊക്കെ ക്ലോസ്ഡ് കൂടാണ് കേട്ടോ. കളിയിൽ പറഞ്ഞ പോലെ എന്ന് വെച്ചിട്ട് വെള്ള
പീ ഫൗളാണ് മയില്. അപ്പം ഇനി അടുത്ത ഫ്രണ്ടോട്ട് പോകുമ്പോൾ ഇവിടെ അവരുടെ ഒരു മാപ്പുണ്ട്, KL ബേർഡ് പാർക്കിൻ്റെ. എന്താ ഇതാണ് ബേർഡ് പാർക്ക്. ഹോൺബിൽ പാർക്കുണ്ട്, വേൾഡ് ഓഫ് പാരറ്റ്സ് ഉണ്ട്, ഓറിയൻ്റൽ ബേർഡ് ഏവിയറി ഉണ്ട്, വാട്ടർഫാൾ ഏവിയറി ഉണ്ട്, പിന്നെ ഫ്ലൈറ്റ്ലെസ് ബേർഡ് ഗാലറി, ഫോട്ടോ ബൂത്ത്, ഫ്ലെമിംഗോ പോണ്ട്, ഫ്ലെമിംഗോ കിയോസ്ക്, ബുൾബുൾ ലാൻഡ്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ സോൺ 1, 2, 3, 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട് സോൺ. ഇത്രയും കാണാനുണ്ട് ഇവിടെ നമുക്ക് KL ബേർഡ് പാർക്കിൽ. ഇതൊക്കെ ആരാ നിൽക്കുന്നത് നോക്ക്, ഇത് രസമല്ലേ ഉണ്ട് കേട്ടോ. അതിന് ഭക്ഷണം പപ്പായൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത സോണിലോട്ട് പോകാം. ഓരോരോ സോണാണ് ഞാൻ പറഞ്ഞ പോലെ. സോൺ 1, 2, 3, 4 അങ്ങനെ പലതരം സോണാണ്. ഇതാ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇതാ നിൽക്കുന്നത്, ഇതാ ഈ ചെടിയുടെ ഇവിടെ നിന്ന് വിളിക്കുന്നു. ഇതാ മേളിലൊരു പാരറ്റ്. ഇതാ ഇത് നോക്കി എന്ത് രസമാണ്. അതിൻ്റെ തലപ്പാവ് കൊള്ളാം, നല്ല രസമാണ്. ഇതിൻ്റെ തലപ്പാവ് നല്ല രസമുണ്ട് കേട്ടോ. തലയിലിരിക്കുന്ന ആ ഒരു നല്ല പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ തലയിലിരിക്കുന്ന സാധനം കാണാനായിട്ട്. അത് ഇത് നോക്കത് അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷനിലുള്ള ഹണ്ടർ ബൂത്താണ്, അതായത് മൂങ്ങയാണ്. നോക്ക് എന്ത് രസമായിരിക്കുന്നത്. ഓ അടിപൊളിയാട്ടോ. നോക്ക് ഈ മൂങ്ങയൊക്കെ കാണാൻ എന്ത് രസമാണ്. നോക്കിയേ, ഇഷ്ടം പോലെ മൂങ്ങയുണ്ട് കേട്ടോ. എന്തോ അത് കണ്ടൊക്കെ തുറന്ന് രാജാവിനെ പോലെ ഇരിക്കുകയാണ് മൂങ്ങ. നല്ല രസമുണ്ടല്ലേ മൂങ്ങ കാണാൻ. നോക്ക് അടിപൊളിയല്ലേ. അത് മൂങ്ങ. കേജിനകത്ത് ബ്രാഹ്മിണി കൈറ്റ് ഈഗിളാണ്. ഈഗിൾ ഫീഡിങ് ഉണ്ട് 2:30 മണിക്ക് എല്ലാ ദിവസവും. നമുക്കിങ്ങനെ നടന്ന് നല്ല ഭംഗിയാണ് കേട്ടോ. ഇഷ്ടംപോലെ ബേർഡ്സ് ഇങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഈഗിളാണ്, പക്ഷെ ഇതെല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് അടുത്ത സോണിലേക്ക് പോകാം. ഇവിടെ എല്ലാം ചുറ്റും ബേർഡ്സ് ആണ് കേട്ടോ. റൗണ്ടിൽ നടക്കുകയാണ് ബേർഡ്സ് എല്ലാം. ഇവിടെ ഒരുപാട് ബേർഡ്സ് അതാ ഇവിടെ ഇരുന്ന് ബെഞ്ചിലൊക്കെ ഇരുന്ന് വിശ്രമിക്കുകയാണ്. എന്താ ഇവിടെ ഉള്ളത് ഓസ്ട്രിച്ച് ആണ് കേട്ടോ. വലിയൊരു ഓസ്ട്രിച്ച്. ഇത് ക്ലോസ്ഡ് കേജിനകത്താണ് ഇട്ടേക്കുന്നത്. ഓസ്ട്രിച്ചിനെ ഒന്നും പുറത്തങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ, ഫ്രീ റൗണ്ടിട്ട്. അപ്പോൾ ഇത് ഇതാണ് ഓസ്ട്രിച്ച്. ബേർഡ്സൊക്കെ ഇരിക്കുന്ന നോക്കി എന്ത് രസം. നോക്ക് അടുത്തൊക്കെ പോകണ്ടോ, അത്ര അടുത്താണ്. പക്ഷെ എന്നെ ഒന്നും ചെയ്യില്ല കേട്ടോ, ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. ഫീഡ് ചെയ്യാനും നോക്കരുത്, കണ്ട് ആസ്വദിക്കുക, തിരിച്ചു പോകുക എന്നുള്ളതാണ്. ഇതാ ഈ പോകുന്ന സാധനം കൊത്തും കേട്ടോ. അവിടെ ബോർഡർ ചോദിച്ചിട്ടുണ്ട്, അത് അതിനടുത്ത് പോയ കൊത്തുന്ന് മാറിയിരിക്കുന്നതായിരിക്കും നല്ലത്. കൊത്ത് മേടിക്കണ്ട. അതിൻ്റെ പേരെന്താണ്? അതിന് കൊള്ളാല്ലേ. അത് ഓടി കൂട്ടിക്കറി ഡെയിലി കൊടുക്കണം തോന്നുന്നു. അങ്ങനെ ബേർഡ് പാർക്കിനകത്തോടെ ഇങ്ങനെ നടക്കാനുണ്ട്. ഇവിടെ ഒരു സ്റ്റാഫ് അത് ഇവിടെയൊക്കെ വളരെ പ്രഷർ പമ്പും അതും ഒക്കെ വെച്ച് ഇവിടെ ക്ലീൻ ആക്കുന്നുമുണ്ട്. അപ്പം മെയിൻ്റെനൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, നല്ല മെയിൻറ്റൈൻഡ് ആണ്. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ എപ്പോഴും ഒരു വൃത്തിയാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ബേർഡ്സിനെ കണ്ട് ഇങ്ങനെ നടക്കാനുണ്ടോ, നല്ല രസമാണ്. ഇവിടെ ഒരു ബേർഡ് ഷോയൊക്കെ കണ്ടോ. നമ്മൾ കയറുമ്പോൾ ടിക്കറ്റിനകത്ത് ടിക്കറ്റിനൊരു ബ്രോഷർ കിട്ടും. അതിനകത്ത് ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. ഫീഡിങ് ടൈം എപ്പോഴാണ്, ബേർഡ് ഷോ എപ്പോഴാണ്, അങ്ങനെയുള്ള എല്ലാ ടൈമിങ്സും അതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3:30 ഒരു ഷോ ഉണ്ടായിരുന്നു, നമുക്ക് കയറാൻ പറ്റില്ല. നല്ല രസമാണ് കേട്ടോ ഇതുവഴി. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. നമുക്കിവിടെ നല്ല KL ടവർ കാണുന്നത്. ആ കാണുന്നൊരു ചെറിയ കുറ്റിപോൽ സംഭവമാണ് KL ടവർ. ഞാനിവിടെ 2019 ഞാനും അനുവും നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്തതാണ് കുഞ്ഞുണ്ടാകുമ്പം വരണം. ഇപ്പോൾ ഇതാ കറക്റ്റ് നമ്മൾ അധ്വാനം കൊണ്ട് ഈ ഒരു KL ബേർഡ് പാർക്കാണ് വന്നേക്കാണ്. ഇതിന് മുന്നേ സിംഗപ്പൂരും ഇപ്പം അവിടെ ഒരു ബേർഡ് പാർക്ക് ഉണ്ടായിരുന്നു, അതൊന്നും കാണാൻ പറ്റിയില്ല. അന്നവിടെ മെയിൻ്റെനൻസ് ആണ്, ക്ലോസ്ഡ് ആയിരുന്നു.
അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കെയിൽ ബേർഡ് പാർക്ക് മിസ് ചെയ്യാതെ ഇവിടുത്തെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. മലേഷ്യ കോലാലംപൂർ വന്നാൽ കെയിൽ ബേർഡ് പാർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. കാര്യം ഈ ഒരു സിറ്റിയുടെ നടുക്കാണ് ഈ ഒരു ഏവിയറി ഉള്ളത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ട്രിവാൻഡ്രം സൂ സിറ്റിയുടെ നടുക്കല്ല, അതേപോലെ ഒരു സിറ്റിയുടെ നടുക്കാണ് അതൊരു സെറ്റ് ചെയ്തിരിക്കുന്നതും. ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട് എല്ലാ ബേർഡ്സിനെയും റോം അറൗണ്ട് ചെയ്യാൻ വിട്ടിട്ട് ഒരുപാട് ടൈപ്പ് ബേർഡ്സ് ഉണ്ട്. ഇതിനെല്ലാം ഇങ്ങനെ പുറത്ത് ഫ്രീ ആയിട്ട് വിട്ടേക്കാണ്. എന്താ കണ്ടോ, ഒരു സിറ്റിയുടെ നടുക്കാണ് ഇത്രയും വലിയൊരു ഏവിയറി, ബേർഡ് ഏവിയറി. പോയാലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ KL ബേർഡ് പാർക്ക് ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. അത്യാവശ്യം ഒരു ചൂടുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പോയി അതിനകത്ത് കയറി ബേർഡ്സിനെയൊക്കെ കാണാം. പിന്നെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഫ്ലെമിംഗോയുടെ അവിടെയാണ്, ഒരു പോണ്ടിലാണ് പോകുന്നത്. ആ പോണ്ടിൽ ഒരുപാട് ഫ്ലെമിംഗോയും കൊക്കും ഒക്കെ ഉണ്ട്. നമ്മൾ അത് കാണാനായിട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് കണ്ട് നടക്കുവാണ്. ഓക്കെ, എന്താ ഫ്ലെമിംഗോ, ഇവിടെ പെലിക്കൺ ഉണ്ട്, ഫ്ലെമിംഗോസ് ഉണ്ട്, ഇഷ്ടം പോലെ ഫ്ലെമിംഗോസ് ഉണ്ട്. നല്ല രസമുണ്ട്, വളരെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. നോക്കി എന്ത് രസമാണ്, കൊള്ളാമല്ലേ? അത് കാണാൻ പറ്റുന്നുണ്ടോ? സോണിലേക്ക് പോകണം കേട്ടോ. സോൺ 3 ആണ്. അപ്പോൾ സോൺ 3 എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് സോൺ 3 ആണ്. സോൺ 3 നമ്മൾ ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്, സ്റ്റെപ്പിൻ്റെ ഇവിടെയൊക്കെ. അപ്പോൾ സോൺ 3 എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. 3 വന്നപ്പോൾ നമ്മൾ കണ്ടത് ഏഷ്യൻ ബ്ലാക്ക് ഹോൺബിലാണ്. ഈ സൈഡിൽ ഇരിക്കുന്ന ഏഷ്യൻ ബ്ലാക്ക് ഹോൺബിൽ, വേഴാമ്പൽ. അപ്പോൾ ഇനി അങ്ങോട്ടും വീണ്ടും ഇനി ഒരു ഓപ്പൺ ഏരിയ ആണ് സോൺ 4. സോൺ 3 ഒരുപാട് പക്ഷികളെ ഞാൻ കണ്ടില്ല. ഇവിടെ ഒരു ഹോൺബില്ലും കണ്ടു, അതിനും അവിടെ ഒരെണ്ണമുണ്ട്, അത് ഹോൺബില്ലാണ്. ഇത് സോൺ 3 എന്ന് പറഞ്ഞാൽ ഹോൺബിൽ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഒരു ഹോൺബില്ലിൻ്റെ ഒരു ബോർഡ് ഉണ്ട്, നോക്കണം. അതായിരിക്കുന്ന ഹോൺബിൽ, സദേൺ പൈഡ് ഹോൺബിൽ, അതായിരിക്കുന്ന ഒരു ഹോൺബില്. വായിലത് എന്തോ ഒരു ഫ്രൂട്ട് കടിച്ചു പിടിച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ സോൺ 3 ഹോൺബിലാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സോൺ 4 പോയി കാണാം. ഇവിടെ ഒരു ചെറിയ പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഒരുപാട് ഫിഷസ് ഉണ്ട് കേട്ടോ. അതിനെ ഫീഡ് ചെയ്യാം. ഇവിടെ പൈസ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കതിന് ഒരു ഫിഷ് ഫുഡ് കിട്ടും, അത് വാങ്ങിച്ച് ഫീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത് സോൺ 4 നമ്മൾ പോകുന്നു. ഇതെല്ലാം നെറ്റിട്ട് അവർ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നെറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ബേർഡ്സും പുറത്തു പോകില്ല. അപ്പം നമ്മൾ വി ആർ എൻട്രിങ് ഇൻ ടു സോൺ 4. ഇവിടെ എന്തൊക്കെയുണ്ട് നോക്കാം കേട്ടോ. സോൺ 4 ബേർഡ് ഷോ ഒക്കെ ഉള്ളത്. ടു ദ ബേർഡ് ഷോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ്, പ്ലേ ഗ്രൗണ്ട് ക്ലോസ് ഡ്യൂ ടു അപ്ഗ്രേഡിംഗ് വർക്ക്. അപ്പോൾ നമുക്ക് സോൺ 4 കയറാം. ഇവിടെ KL ബേർഡ് പാർക്ക് മലേഷ്യ. ഇവിടെ കുറച്ച് പാരറ്റ്സ് ഒക്കെയാണ് കേട്ടോ ഉള്ളത്. പല വെറൈറ്റി പാരറ്റ്സ്. പിന്നെ ഇവിടെ ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ട് ഭക്ഷണം കഴിക്കാൻ. ഇവിടെ അവർ സൂപ്പർ സ്റ്റാർസ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ഉണ്ട്, യെല്ലോ ഹെഡഡ് ആമസോൺ ഉണ്ട്, പാം കൊക്കറ്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു കഫറ്റേറിയ ഉണ്ട് കേട്ടോ, നമുക്ക് നടന്ന് തളർന്നെങ്കിൽ എന്തെങ്കിലും മേടിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ ചീക്ക് ആമസോൺ, ആ ഒരു വെറൈറ്റി ബേർഡ്. പിന്നെ അതേപോലെ പ്ലം ഹെഡഡ് പാരക്കീറ്റ്. എവിടെയാണ് ഇരിക്കണമെന്നുള്ളതാണ്. അതോ അവിടെ വിളിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, ഇരിക്കുന്ന ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. അപ്പോൾ ഇനി അടുത്ത ഉള്ളത് നമുക്ക് ബേർഡ്സിനെ കയ്യിൽ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ മോർ ബേർഡ്സ് ഇങ്ങോട്ടുണ്ട്. മോർ ബേർഡ്സ് ഉദ്ദേശിക്കുന്നത് അവിടെയാണ് ബേർഡ്സിൻ്റെ ഷോ എല്ലാം വരുന്നത്. അതേപോലെ ഇവിടെ വേൾഡ് ഓഫ് പാരറ്റ്സ്. അപ്പോൾ നമുക്കിതെല്ലാം കണ്ടിങ്ങനെ വരാം കേട്ടോ.
വേൾഡ് ഓഫ് പാരറ്റ്സ് എന്ന് പറഞ്ഞ കേജിലാണ് കേട്ടോ. അവിടുത്തെ പാരറ്റൊക്കെ ഇരിക്കുന്നതൊക്കെ ഫ്രീ ബേർഡായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാണ്. നമുക്ക് കയ്യിലൊക്കെ പിടിക്കാം. വളരെ അടുത്താണ്. അതുകൊണ്ട് പാരറ്റ്സ് ഒക്കെ ഫ്രീ ബേർഡായിട്ട് ഇങ്ങനെ ഓടുകയാണ്. ഇരിക്കുന്നുണ്ടോ? ഈ കേജിലെല്ലാം ഓരോ വെറൈറ്റി പാരറ്റ്സാണ്. ബ്ലൂ ഫ്രണ്ടഡ് ആമസോൺ ഇതുപോലെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ പല പല വെറൈറ്റി പാരറ്റ്സാണ് ഇവിടെ എല്ലാം ഉള്ളത്. അയ്യോ, പാരറ്റ് എല്ലാം കണ്ടാൽ കഴിഞ്ഞാൽ ഇവിടെ വാട്ടർഫോൾ ഏരിയയിലുണ്ട്. ആംഫി തിയേറ്റർ, ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് ഒക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. പിന്നെ ഇവിടെ ഡെയിലി ആക്ടിവിറ്റീസ്, ബേർഡ് ഫോട്ടോഗ്രാഫി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ട്. 10-5 മോസ്റ്റിച്ച് ഫീഡിംഗ് ഉണ്ട്. 11:30 ഹോൺബിൽ ഫീഡിംഗ് ഉണ്ട്. 2:30 ഈഗിൾ ഫീഡിംഗ് ഉണ്ട്. 4 മണിക്ക് മിൽക്ക് സ്റ്റോക്ക് ഫീഡിംഗ് ഉണ്ട്. ബേർഡ് ഷോ ഉണ്ട്. 12:30-ക്കും 3:30-ക്കും സോൺ 4 ആംഫി തിയേറ്ററിൽ ഇവിടെ. പിന്നെ 10:30-ക്ക് ഫ്രീ ഫ്ലൈയിങ് ബേർഡ്സ് ഫീഡിംഗ് ഉണ്ട്. പിന്നെ രാവിലെ തൊട്ട് 5 മണി വരെ ലോറസ് ഫീഡിംഗ് ഉണ്ട്. ഇത്രയും ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോയി ഇവിടെ ഒരു ആംഫി തിയേറ്ററൊക്കെയാണ്. ബേർഡ് ഷോയ്ക്കുള്ളൊരു ആംഫി തിയേറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ യമു ഉണ്ട്, ഓസ്ട്രിച്ച് ഉണ്ട്. അവിടെയാണ് ആംഫി തിയേറ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആംഫി തിയേറ്ററൊക്കെ ഒന്ന് പോയി കണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഇവിടെയൊക്കെ സിൽവർ പെസൻറ്റ്, സൺ കോണിയർ, കോഴി വെറൈറ്റി, ഒരു പൂവൻ കോഴിയൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ചെറിയ ഡവ്, ഇത് രസം, ഭയങ്കര ക്യൂട്ട് ഡവ് ആണ്. പിന്നെ മൈന പോലത്തെ ഒരു അത് ഇവിടെ നോക്കി. എന്താ ഓസ്ട്രിച്ചും യമു ഒക്കെ ഇവിടെ ഉണ്ട്. ഓസ്ട്രിച്ച് അല്ലേ യമു? ആണോ? എനിക്ക് താഴെ പോവാം. താഴെയാണ് ആംഫി തിയേറ്ററിൽ. അവിടെ ബേർഡ് ഷോ ഉണ്ട്. ബേർഡ് ഷോ അടിപൊളിയാണ് കേട്ടോ. ഈ ബേർഡ് ഷോ എന്ന് പറഞ്ഞാൽ അവരുടെ പാരറ്റൊക്കെ ഉണ്ട്. പാരറ്റ് വന്നിരുന്ന് ഇങ്ങനെ സർക്കിളിനകത്തോടെ ചാടുക ഓടുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഷോ ആണ് ബേർഡ് ഷോ കേട്ടോ. പണ്ട് കണ്ട ഒരു ഓർമ്മയാണ്. ഇപ്പം സമയം കഴിഞ്ഞു. 3:30 ലാസ്റ്റ് ബേർഡ് ഷോ. ഇവിടെ ഉള്ളത് വൈറ്റ് ത്രോട്ടഡ് ടൗക്കൻ ഇരിക്കുന്നത് കൊള്ളാം. ഇവിടെ ഒരു ക്യൂട്ട് ബേർഡ് ഇരിക്കുന്ന കേട്ടോ. ഈ ഒരു മരത്തിൻ്റെ അറ്റത്ത്. അയ്യോ, എന്ത് രസം നോക്കിയത്. ഇതെന്ത് രസം നോക്ക്. അടിപൊളി. ഇപ്പം ഇതിൻ്റെ പേര് നമുക്ക് നോക്കാം കേട്ടോ. ഇതിൻ്റെ പേര് വൈറ്റ് ക്രസ്റ്റഡ് ലാഫിംഗ് ത്രഷ്. കൊള്ളാം കേട്ടോ. ഇവിടെ ഒരു വാട്ടർഫോൾ ഏരിയ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ആംഫി തിയേറ്ററും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വാട്ടർഫോൾ ഏരിയ കേട്ടോ. അകത്ത് ഒരുപാട് ബേർഡ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ആംഫി തിയേറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ യമു ഉണ്ട്. ഇതാ കണ്ട, ഇത് യമു ആണ്. പിന്നെ അതാണ് ആംഫി തിയേറ്റർ. അവിടെയാണ് ബേർഡ് ഷോ ഒക്കെ നടക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചുറ്റി വരാം. പിന്നെ ഈ ഏരിയയ്ക്കകത്ത് കയറാം. അവിടെ ചെന്നാൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി ചെയ്ത് ബേർഡ് ഷോ കാണാം. നമ്മൾ വിചാരിച്ചു എന്തായാലും ഇത്ര നടന്ന് ഇതുവഴി കണ്ടങ്ങ് യമുവിനെയും കണ്ടു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് യമു ആണ് കേട്ടോ. ഈ ഒരു കേജിനകത്ത് യമു ഉണ്ട്. അപ്പുറത്തെ കേജിൽ യമു ഉണ്ട്. ഇതൊരു എഡ്യൂക്കേഷൻ സ്റ്റേഷനാണ്. പിന്നെ റെസ്റ്റ് റൂം അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ബേർഡ് പാർക്കിൻ്റെ ലാസ്റ്റ് സോണാണ്, സോൺ 4. അപ്പോൾ സോൺ 1, 2, 3, 4 കണ്ടു. ഇത് ലാസ്റ്റ് സോണാണ്. ഇവിടെ എഡ്യൂക്കേഷൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് വലിയ മുട്ടയൊക്കെ ഉണ്ട് ഇതിനകത്ത്. യമുവിൻ്റെ മുട്ട അങ്ങനെയുള്ള വലിയ മുട്ടയൊക്കെ അവർ കോഴിക്കുഞ്ഞുങ്ങൾ മുട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് മുട്ടയൊക്കെ, അതായത് വിരിയുന്ന ആ പ്രോസസ്സില്ലേ, അതൊക്കെ അവരിങ്ങനെ ഓരോ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ പണ്ട് അന്നൊരു ഓർമ്മ, ഇതിനകത്ത് നമ്മൾ മുട്ട വിരിയുന്നില്ല, ആ പ്രോസസ്സ് അവർ ഇതിനകത്താണ് ചെയ്യുന്നത്. അതിനുള്ള ഷെൽഫ് ഇത്ര ഡിഗ്രി ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മുട്ട കീപ്പ് ചെയ്യുന്ന റെഫ്രിജറേറ്ററല്ല ആ ഒരു സാധനമൊക്കെ ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ KL ബേർഡ് പാർക്ക് കണ്ടത് പുറത്തിറങ്ങി. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. മലപ്പുറം എന്നാലും കാണേണ്ട ഒരു സ്ഥലമാണ് ഈ KL ബേർഡ് പാർക്ക്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. സബ്സ്ക്രൈബ് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കൺ. നെക്സ്റ്റ് വീഡിയോ.